പിന്നെ അയ്യോ എടാ ഇത് വഴി എങ്ങനെ പോവും? എടുക്കുവാണ് ഒരു കിടിലൻ ഓഫ് റോഡ്. നമ്മുടെ കുട്ടപ്പൻ കേറി പോവാണ്. ആ എനിക്ക് അയ്യോ ദൈവമേ ഇവിടൊക്കെ ഒന്നും പറ്റാതിരിക്കട്ടെ. Oh guys, it's me Jiku. I'm Jiva. Yes, GJ Vlogs YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ എവിടെയെന്നറിയോ? നമ്മളിപ്പോൾ ഏലപ്പാറയ്ക്കും അതുപോലെ തന്നെ കുട്ടിക്കാനത്തിന് നടുവുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇൻട്രോ അടുത്ത് പിടിച്ച് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ചെറുതായിട്ട് ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ടോ? നമ്മുടെ നൈസ് ഫീലാട്ടോ ഇവിടെ നിൽക്കാൻ. നല്ല കൂളിംഗ് ഉണ്ട്, ചെറിയ തോതിൽ കൂളിംഗ് ഉണ്ട്. വേറെ ആൾക്കാരും ഇല്ല, നല്ല വലിയ ശല്യങ്ങളൊന്നുമില്ല. അവിടെ വായി നോക്കി നിൽപ്പുണ്ട്. അട്ടയ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയില്ല. അങ്ങോട്ട് പോകണ്ട കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഏതായിരുന്നു ജീവ സ്ഥലം? കൈലാസഗിരി ഗൈസ്. കൈലാസഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു മലയുടെ മേളിലുള്ള ഒരു അമ്പലമാണ്. ഏകദേശം 4500 അടി ഉയരത്തിലാണ് ആണെന്നാണ് കേൾക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഓഫ് റോഡ് വണ്ടിയെ പോകത്തുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെയിലുള്ളത് നമ്മുടെ ഫാദർജിയുടെ സ്വന്തം സ്കൂട്ടറാണ് ഗൈസ്. എൻ്റെ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കാൻ പോകണം. അപ്പം അടുത്ത ദിവസം നമ്മുടെ ചാനലിനകത്ത് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് മാറി നിൽക്കാൻ പോകണം. വെച്ചാൽ ഈ വെള്ളം ഒഴിയുന്ന സൗണ്ട് കാരണം എൻ്റെ വോയിസ് ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ കൈലാസഗിരിയിലോട്ടാണ് ഞങ്ങളുടെ പോക്ക്. ഇനി കുട്ടിക്കാനം പോയി ഇനി ഫുഡ് അടിക്കണം. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങളിന്നൊരു കുറേ നാളായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ലായിരുന്നു. ചെയ്യാതെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതുപോലെ എൻ്റെ എൻ്റർടൈൻമെൻ്റ് ഒന്നും എനിക്ക് അതിനുവേണ്ടി ഒന്നും സമയം കണ്ടെത്താൻ ഇപ്പോൾ സത്യം പറയാൻ പറ്റുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള വിഷയം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് എൻ്റെ തലയിരിക്കുന്ന ഈ ഒരു ക്യാപ്പ് ഉണ്ട്. നമ്മളെ ചങ്ക് സബ്സ്ക്രൈബറും എൻ്റെ ഒരു സപ്പോർട്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി അവൾ തന്നാണ് ഈ ഒരു ക്യാപ്പ്. കഴിഞ്ഞ ദിവസമാണ് എനിക്കത് കിട്ടിയത്. ഒരു 3-4 മാസമായിട്ട് ആളുടെ കയ്യിൽ തന്നെ ഇരുന്നിരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാവും. അപ്പോൾ അവൾ തന്ന ഈ ഒരു തൊപ്പിയും വെച്ച് തന്നെ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവളെ തപ്പിപ്പിടിച്ചു മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ ക്യാപ്പ്. അപ്പം ആ ക്യാപ്പ് കണ്ടല്ലോ. എങ്ങനെയുണ്ട്? നല്ലത് കമൻറ്റ് ഇടുക. ഓക്കെ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണാവുള്ളൂ. ഓക്കെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും. ഹേ ഗായ്സ്, ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ കൂടെ ഉണ്ട്. 12 കിലോമീറ്റർ. അപ്പോൾ ഞാനും ജീൻ്റെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. മുമ്പിലോട്ടുള്ള വഴി നിങ്ങളെ കാണിച്ചു തരാതെ. ഇതുണ്ടോ, ഫുള്ള് കോടയൊക്കെ കയറിയത്, ഫുള്ള് മേലോട്ടൊക്കെ വലിയ മലയൊക്കെ കാണുന്നത്. അതുപോലത്തെ ഒരു വൈബ് പ്ലേസാണ്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോടയാണ്. ഇവിടുന്ന് ഈ റോഡിലാണ് ഞങ്ങൾ വന്നത്. ഈ നേരെയാണെങ്കിൽ പോകേണ്ടത്. വഴിയൊന്നും ഞങ്ങൾക്ക് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ തപ്പിപ്പിടിച്ച് പോകാൻ പോവുകയാണ്. പിന്നെ മഴ പെയ്യുമെന്നൊരു സംശയമുണ്ട്. ഫുള്ള് അതുപോലെ ഇരുട്ടായി, ഡാർക്കായി. എന്നാലും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ബാക്കിയൊക്കെ കാണും.
എൻ്റെ പൊന്ന് ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. കുറച്ച് റൈഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ കാണുന്നില്ല, അവർ വേറെ വഴി കൂടെ ഒക്കെ കയറി പോകാനാണ് തോന്നുന്നത്. ഈ വ്യൂസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. എൻ്റെ അളിയന്മാരത് ഇപ്പം ഇച്ചിരി ക്ലൗഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മൂടലുണ്ട് ചെറിയൊരു രീതിയിൽ. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഫീൽ ആട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോകും തോറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് ഗൈസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ അങ്ങ് കാണുന്ന വലിയ മല കണ്ടോ, അങ്ങോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ നമുക്ക് നീങ്ങി തുടങ്ങാം. പൊളി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഓഫ് റോഡ് പോലെ വരുന്നുണ്ട് വഴി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഫുൾ ഓഫ് റോഡാണെന്നാണ് കേട്ടത് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്, നമ്മൾ പുറകിലോട്ട് മാറുന്നില്ല. വണ്ടിയിൽ കയറാൻ പറ്റുന്ന രീതി അത്രയും രീതിയിൽ നമുക്ക് വണ്ടിയിൽ തന്നെ കയറാം. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാനുള്ള മൈൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അയ്യോ എടാ ഇതുവഴി എങ്ങനെ പോവും? അയ്യോ ഞങ്ങൾ ഓഫ് റോഡ്, ഭയങ്കര ഓഫ് റോഡിൽ പോവാണ്. ദൈവമേ കത്തോളെ. ഒരു കൊളുന്ത് എടുക്കുവാണ്. എന്റെ ദൈവം പടച്ചോനെ കത്തോളെ. ദൈവമേ ഞാൻ നടന്നു വരാം, അതാ വൈബ്. കണ്ടില്ലേ ഓഫ് റോഡ് വഴി വരുന്നത്, അതും കണ്ടില്ലേ പോകുന്നത്. ഓ ഗായ്സ്, ഇത് കോട വന്ന് തുടങ്ങി ഗായ്സ്. ഇത് ഞാൻ തണുത്ത് വിറക്കട്ടെ. ഇങ്ങോട്ടെന്നാ വരാത്തെ? ഈ സംഭവത്തിന്റെ പേരെന്നാ? ശിവലിംഗം. ഇതല്ല അത്. ഇതെന്നാ? ഇതല്ല ശിവലിംഗം. ശിവലിംഗം എന്ന് പറയുന്ന മറ്റേ ബാഹുബലിക്കകത്താവൻ പൊക്കത്തില്ല, അതാ. കാട്ടിക്കൂടെയാണ് ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്നാകുമെന്ന്. പേടിയോ എനിക്കോ? എനിക്കൊരു പേടിയില്ല, പോടർക്കാം. അങ്ങനെ നീ കൊച്ചാക്കണ്ട എന്നെ. എത്തിപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണോ മല? ഇതാ അമ്പലം എവിടെ? അതുവഴി കേറിപ്പോ. ഇതേ ഇവിടെ ഒരു വഴി കാണുന്നു ഗൈസ്. ഇനി അതും വഴി പോണോന്ന് അറിയത്തില്ല. കൊറേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വഴികളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടം വരെ എത്തിയതല്ലേ, കേറിയിട്ട് വീട്ടിൽ പോയേക്കാം. ഒരു കിടിലൻ ഓഫ് റോഡ് നമ്മുടെ കുട്ടപ്പൻ കേറി പോവാണ്. തവള പോകുന്നാലോ പോകുന്നു. എന്റെ ദൈവം, കാട്ട് എന്തോ ആ എനിക്ക് പ്യോ ദൈവമേ, ഇവിടൊക്കെ ഒന്നും പറ്റാതിരിക്കട്ടെ. ഹായ് കോട കോട. അവിടെ എത്തിപ്പെട്ട്. എത്ര എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നത്. ഏകദേശം 4500 അടി ഉയരത്തിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ നോക്കി ഇവിടുത്തെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇപ്പം നല്ല രീതിയിൽ കോട കയറുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഗൈസ്. അയ്യോ, നല്ല
ചെറുതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര അടി ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കണം മേ ബി. എന്തായാലും ഭയങ്കര ഫീലാണ്. കുറച്ചും കൂടി മേളോട്ട് കയറാനുണ്ട്. അമ്പലം നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ. നമുക്ക് കയറണ്ടേ ജി? കാരണം ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. മേളിൽ നമുക്കൊരു ശിവലിംഗം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ സ്കൂട്ടർ ഇവിടം വരെ കയറി വന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഗൈസ് ഒരു വണ്ടി ഇവിടെ ഇരിപ്പുണ്ടേ. ഞങ്ങളുടെ ബാക്കിലായിട്ട് ഇരിക്കുന്നുണ്ടോ ഒരു നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആയതുകൊണ്ട് ഇരിക്കുന്നു. ഒരു പയ്യൻ ആരെങ്കിലും പയ്യന്മാരും എല്ലാം കാണുമായിരിക്കാം മേ ബി മേളിൽ. ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. വെച്ചാൽ നമുക്കൊരു കൂട്ടായി. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും കയറണമെന്നുള്ളൊരു വൈബ്, ആ വൈബിൽ ഞങ്ങൾ അങ്ങ് പോവാണ് കേട്ടോ. നല്ല രീതിയിൽ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കിടിലൻ തണുപ്പ് കേട്ടോ. കിഡ്ലോസ്കി തണുപ്പാണ്. അപ്പോൾ ജീതേ ഫ്രണ്ടാ പോകുന്നുണ്ട്. കയറി വഴുക്കലുള്ള സ്ഥലം നോക്കി കയറണം കേട്ടോ. വഴുക്കളുള്ള ഇല്ലാത്ത സ്ഥലം. ഷൂ ഇടുന്ന ഏറ്റവും സേഫ് ഇതുപോലെ പോകുമ്പോൾ ഇല്ലേ. ഗായ്സ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഫുൾ ഫോഗായി. നമ്മൾ തിരിച്ചിറക്കാൻ മിക്കവാറും വഴി നല്ല മഞ്ഞായിരിക്കുമേ. അതിലെ നമ്മുടെ സീനാണ് കേട്ടോ. ഇങ്ങോട്ട് ഇതിലേ കയറി പോയാലോ. ഇങ്ങോട്ട് പിടിച്ചു, ഈ സൈഡ് പിടിച്ചു. രണ്ടോ നോക്കി ചവിട്ടി കയറുന്ന നോക്കി കയറണം. സ്ലിപ്പറി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗായ്സ് എനിക്ക് നല്ല രീതിയിൽ അയ്യോ ഇപ്പൊ താഴെ പോയാലേ എന്റെ വലിയ ഭർത്താവേ. അങ്ങോട്ട് ആ സൈഡ് പിടിക്കും. നോക്കി ഞാൻ കറക്റ്റ് ചെളിക്കാതെ അവിടെ ബാഗും കൂടെ ഉള്ളതുകൊണ്ട് ഗൈസ് ഇതൊരു സീനാണ്. പായലുണ്ട്. ഇതുണ്ടോ പായല ഗൈസ്. വീണ ഞങ്ങൾ അങ്ങ് വീടിന് ഞങ്ങൾ അങ്ങ് താഴെ ചെന്ന് നിൽക്കത്തുള്ളൂ കേട്ടോ. ഈ വീഡിയോ അമ്മ കാണുമ്പോൾ അമ്മ എന്താ കൊച്ചിനായിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തെ പോകാമെന്നൊക്കെയാണ് പറഞ്ഞു വിട്ടത്. അയ്യോ നല്ല രീതിയിൽ അടയ്ക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്നുവെച്ചാൽ തോളത്ത് ബാഗ് കിടക്കുന്ന അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ബുക്കൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുണ്ട്. വണ്ടി താഴെ ഇരിപ്പുണ്ട്. ഒന്നും കാണാൻ മേല ഗൈസ്. അയ്യോ ഭയങ്കര ഫോഗാണ്. ഇടി വെട്ടുന്നുണ്ട്. ഹൈ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഇടി വെട്ടുമ്പോൾ അത്ര സേഫ് അല്ലെന്നാണ് പറയുന്നത് കേട്ടോ. വേഗം ഇടിക്കാൻ പോയി വിട്ടു പോയേക്കാം. എന്നാൽ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈശോയെ കാത്തോണേ. അല്ല ജിജെ വ്ളോഗ്സ് ഗായ്സ്, നമ്മളിവിടെ ജിജെ വ്ളോഗ്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല. തൊപ്പി കിട്ടിയ ഫസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത്ര പ്രതീക്ഷയില്ല ഗായ്സ്. എത്ര അടിയാണ്? 4500 അടി ഗായ്സ്. 4500 അടിയാണ് നിങ്ങൾ കയറും. ഇതുപോലെ എവിടെയാണ് കർത്താവ് കാണാൻ പറ്റുന്നില്ല. കോട കയറി മൂടി ഒന്നും കാണാൻ മേല.
വണ്ടിയുള്ള ആളെ കാണുമായിരുന്നെങ്കിൽ. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ മേല ഗൈസ്. ഞങ്ങൾ വന്ന വഴിയൊന്നും കറക്റ്റ് ഒന്നും കാണാൻ മേല. എന്നെ ഒന്നും അറിയാൻ മേല. തിരിച്ചു വരുമ്പോൾ നമ്മളെ വണ്ടിയെങ്കിലും അവിടെ കണ്ടോ. അയ്യോ, വണ്ടിയിലൊന്നും വെച്ചിട്ടില്ലല്ലോ, വെള്ളം കുപ്പി മാത്രമേ ഇല്ലല്ലോ. ക്യാമറയുടെ കവറും ഉണ്ട്, വേറെ ഒന്നും ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടില്ല. സോ പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു, ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം. പക്ഷെ ഇപ്പം ഫുൾ ഓണായി. പിന്നെ ഇവിടെ കൂടെ ഈ ഒരു സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓണാവും. അതങ്ങനെയാണ് ഞങ്ങളുടെ വൈബ്. അത് 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 വിധിച്ചിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഈ വൈബിനകത്ത് വരാൻ. അപ്പോൾ അവരൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതെന്തായാലും രക്ഷപ്പെട്ടു, ഒഴിഞ്ഞു മാറിയത്. സോ ഐ എം ഹാപ്പി ഹാപ്പി ഹാപ്പി. എന്തായാലും നാളെ പനിയായിരിക്കും ഗൈസ്, അത് ഉറപ്പ് കാര്യം കേട്ടോ. നാളെ പനിയായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലോട്ട് ഫുള്ള് വഴുക്കലായിട്ടാണ് കാണുന്നത്, പിന്നെ ഒന്നും കാണാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൊച്ചിനെയും കൂടെ ഉള്ളതുകൊണ്ടാണ്. വേറെ കൂട്ടുകാരൊക്കെയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു, വിഷയമില്ലായിരുന്നു. വെച്ചാൽ ഇപ്പം ഉണ്ടോ താഴോട്ടൊന്നും ഞങ്ങൾ വന്ന വഴി പോലൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലായിട്ടാണ് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പയ്യെ താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. താഴോട്ട് പയ്യെ ഇറങ്ങാൻ പോവാണ്, വണ്ടി കണ്ടുപിടിക്കണം, തിരിച്ചു പോകണം. ഞങ്ങൾ വന്ന വഴിയൊക്കെ ഇനി പോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ, നോക്കിയിട്ട് വെച്ച്. ഫോണിൻ്റെ ചാർജ് മടുപ്പാണ്, ക്യാമറയ്ക്കും കുറച്ച് മടുപ്പായി ചാർജ്. ഞാൻ പവർ ബാങ്ക് ഒന്നും എടുത്തിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു പകൽ ദിവസം നമുക്കൊന്ന് കയറാം അല്ലേ. വെച്ചാൽ ഒരു ഉച്ച ടൈം, ഒരു 11 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ ഒന്ന് കയറാം. അത് നമുക്ക് കുറച്ച് നേരം എൻ്റെ മേളിൽ ഇരുന്നാലും വിഷയമില്ല. കോട മാറുമ്പോൾ നൈസ് വ്യൂസ് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയത്രേ ഇപ്പം 4:25. ഇനി നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇരുട്ടും. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവും ഉറപ്പായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടും പരിപാടിയും കൂടെ നടക്കത്തില്ല, അതൊരു സീനാവും. നമ്മളിതിലാണ് ഈ ഒരു സ്പോട്ടിൽ കൂടെ വന്നതുകൊണ്ടോ. ഇനി ഇവിടുന്ന് കയറാനുണ്ട്. ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ കാണിച്ചാൽ 2.5 കിലോമീറ്ററും കൂടെ ഇനി മുകളിലോട്ട് കയറാനുണ്ട് ഗൈസ്. എന്തായാലും ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഒരു ദിവസം കൂടെ വരും വെച്ചാൽ എൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് വരാം ഉള്ള പ്ലാനിൽ ഇടുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കയറാം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ബൈക്കിലുള്ള വരികയെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ല ഓഫ് റോഡ് വണ്ടികൾ, താറോ അല്ലെങ്കിൽ ഫോർച്യൂണർ അങ്ങനത്തെ